ഹായ്, ഇന്നത്തെ റീഡിംഗ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ആസ് ഓഫ് നൗ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യം എന്നുള്ളതാണ്. ഓക്കെ, ഇന്നത്തെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് ദ സ്റ്റാർ കാർഡ്, ദ ലവേഴ്സ്, ജഡ്ജ്മെൻറ്റ് ആൻഡ് ഈസ് ഓഫ് സോർട്സിൻ്റെ കാർഡാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൻ്റെ എനർജി. സ്റ്റാർ കാർഡ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് ലക്ക്, നമ്മുടെ ബ്ലെസ്സിങ്സ്, അതുപോലെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഹാർഡ്ഷിപ്പ് നമ്മൾ റീസെൻ്റ്ലി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് നമ്മൾ റിക്കവറായി, നമ്മൾ നോർമലായി, നമ്മുടെ എനർജി വൈസ് നമ്മൾ ഓക്കെ ആയി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് സ്റ്റാർ കാർഡ്. സ്റ്റാർ കാർഡ് എപ്പോഴും ഒരു ഡിവൈൻ കാർഡാണ്. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടെന്നും ഡിവൈൻ്റെ പ്രസൻസ് ഉണ്ടെന്നും അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഗൈഡൻസ് എപ്പോഴും അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ദ സ്റ്റാർ കാർഡ്. ലവേഴ്സിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്ക് വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ ആയിരിക്കും. ലൈക്ക് ഈ പർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ലൈഫിൽ ഉള്ള ആളാണോ, എനിക്ക് എൻ്റെ ഡെസ്റ്റിനിയിലുള്ള ആൾ തന്നെയാണോ എന്നൊക്കെ ഒരു കൺഫർമേഷൻ ആവശ്യമുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ഈ കാർഡിൻ്റെ പ്രസൻസ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, പോസിറ്റീവാണ്. ഇതൊരു കൺഫർമേഷൻ തന്നെയാണ്. ലൈക്ക് പർട്ടിക്കുലർ പേഴ്സൺ ഈസ് ഡെസ്റ്റിൻ ടു ബി വിത്ത് യു എന്നുള്ളത് ഒരു കൺഫർമേഷൻ തന്നെയാണ്. പിന്നെ ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈനൽ കാർഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈഫിലൊരു ഫൈനൽ ജഡ്ജ്മെൻറ്റ് വരുന്ന പോലൊരു എനർജിയാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ, ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ നമുക്കിതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ലൈഫിനെക്കുറിച്ചും നമ്മുടെ ഡെസ്റ്റിനിയെക്കുറിച്ചും ഒക്കെ ഒരു ക്ലാരിറ്റി വരുന്നു. നമുക്ക് ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ചൊരു ട്രസ്റ്റ് വരുന്നു. നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു. അതുപോലെ എന്താ പറയുക, നമ്മൾ ഏസ് ഓഫ് സോർട്സിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മൈൻഡിലൊരു ക്ലാരിറ്റി വരിക. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ, ഒരു പർട്ടിക്കുലർ ജോബ് എനിക്ക് നല്ലതാണോ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് നല്ലതാണോ, 2 ജോബ് ഓപ്ഷൻസ് ഉണ്ട്, ഇതിൽ ഏത് ഞാൻ ചൂസ് ചെയ്യണം, അതിനൊക്കെ കുറിച്ച് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്ന് മാറി നമ്മളൊരു പോസിറ്റീവായിട്ട് ഒരു തോട്ട് ഉണ്ടാക്കി നമുക്കതനുസരിച്ച് ഒരു ഡിസിഷൻ എടുക്കുക. ഓക്കെ, അങ്ങനെ ഒരു എനർജി ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഉണ്ട്. അപ്പം ആ ഒരു എനർജി വൈസ് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ദ സ്റ്റാർ കാർഡിനെ വെച്ചിട്ട് ഇവിടുത്തെ കോമ്പിനേഷൻ കാർഡ്സൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഒരു പർട്ടിക്കുലർ പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, ഈ പർട്ടിക്കുലർ പേഴ്സൺ എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഡെസ്റ്റിനിയിലുള്ള ഒരാൾ തന്നെയാണോ, അതോ എനിക്ക് തോന്നുന്നതാണോ, എൻ്റെ മനസ്സിലുള്ള ഒരു തോന്നലാണോ എന്നൊക്കെ ചോദിച്ചാൽ സ്റ്റാർ കാർഡും അതുപോലെ തന്നെ ലവേഴ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനിയെ സൂചിപ്പിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഡെസ്റ്റിനിയിലുള്ള ആളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ജഡ്ജ്മെൻറ്റ് കാർഡിൻ്റെ കോമ്പിനേഷൻ, ജഡ്ജ്മെൻറ്റ് കാർഡിൽ തന്നെ കാണാം ആ പർട്ടിക്കുലർ എന്താണ് പുള്ളിക്കാരത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്. ഷീസ് ലൈക്ക് എ ഫ്രീ സ്പിരിറ്റ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഒരു ഫ്രീ സ്പിരിറ്റ് എനർജിയിലെത്തുക, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുക. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനൊരു ക്ലാരിറ്റി വരുന്നു. അതുപോലെ നിങ്ങളൊരു ജോബിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഈ പർട്ടിക്കുലർ ജോബിൽ തന്നെ ജോയിൻ ചെയ്യാം. പിന്നെ എനിക്കിതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് ആണ്. കാരണം ഈസ് ഓഫ് സോർട്സിൻ്റെ കാർഡിൽ എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഇതിനകത്ത് ക്രോയുടെ എനർജി കിട്ടുന്നുണ്ടെന്ന്. ക്രോയുടെ എനർജി എനിക്ക് എപ്പോഴും എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ പ്രസൻസ്, അവരുടെ ബ്ലെസ്സിങ്സ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ കൂടെ അവരുണ്ട്, അവരുടെ പ്രസൻസ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കൺഫർമേഷനാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇതിനകത്ത് വന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു മെസ്സേജെങ്കിലും കിട്ടാൻ വെച്ചിട്ടാണ് ഇത്രയും ഡെപ്തിൽ പോകാൻ ഞാൻ ട്രൈ ചെയ്തത്. ഓക്കെ, ഇനി ഫർദർ റീഡിങ്സുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഈ മെസ്സേജ് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ടേക്ക് കെയർ. ബൈ.